ശക്തികൾ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടത്തിലും അവർ നടത്തിയിരുന്നു. വാളിന്റെ രൂപത്തിൽ, പടയോട്ടങ്ങളുടെ രൂപത്തിൽ അവർ യൂറോപ്പിലേക്ക് നടത്തിയ അധിനിവേശ ശ്രമങ്ങളെ പല ഘട്ടങ്ങളിലും യൂറോപ്പ് ശക്തമായി പ്രതിരോധിച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, യൂറോപ്പിൽ അതിശക്തമായിട്ടുള്ള ഒരു ക്രൈസ്തവ വിശ്വാസം നിലനിന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പഠിച്ച പണി 18 നോക്കിയിട്ടും യൂറോപ്പിനെ പിടിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടം എത്തിയപ്പോഴാണ് തങ്ങൾ തന്നെ ട്രിഗർ ചെയ്ത മുല്ലപ്പൂ വിപ്ലവത്തിന്റെ മറവിൽ, മധ്യപൂർവേഷ്യയിലെ ആഭ്യന്തര കലാപങ്ങളുടെ മറവിൽ അഭയാർത്ഥികൾ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന ട്രോജൻ കുതിരയെ അവർ യൂറോപ്പിലേക്ക് കടത്തിവിട്ടത്. ആ ട്രോജൻ കുതിരയിലൂടെ ഒരു അധിനിവേശപരമായിട്ടുള്ള ശ്രമങ്ങൾ യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലെ സമസ്ത മേഖലകളിലും അവർ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ യൂറോപ്പിന്റെ ആതിഥേയത്വ മനോഭാവം, മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളോട് യൂറോപ്പ് കാണിക്കുന്ന ഒരു പ്രതിപത്തി, ഇതൊക്കെ അവർ മുതലെടുത്തു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂറോപ്പിലെ ഒരു സാമൂഹിക, ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ ഒരു ഉണർവിന്റെ പാതയിലേക്ക് യൂറോപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി, സാമൂഹികമായി, ഒരു പരിധിവരെ മതപരമായി നാം നോക്കിക്കഴിയുമ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പാശ്ചാത്യ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മാറ്റങ്ങൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെ? സമാനമായിട്ടുള്ള ചില ചേഞ്ചസ് അമേരിക്കയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വരുന്ന ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് അമേരിക്ക തിരികെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും കേരളത്തിൽ മലയാളികളുടെ ഒരു സ്വപ്നഭൂമിയാണ് യൂറോപ്പും ഈ കാനഡയും അമേരിക്കയും ഒക്കെ. അതിനാൽ തന്നെ ആ രാജ്യങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകം തന്നെയാണ്. അതിനാൽ ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യൂറോപ്പിൽ, പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മലയാളിക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെ? ഇനി വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്, ഒപ്പം തന്നെ അയർലൻഡിൽ നിന്നും ശ്രീ ജോസ് ജേക്കബും നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു അതിന് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം. അതിനാൽ തന്നെ യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. കുറെ കാലം മുമ്പ് വരെ, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, യൂറോപ്പിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു അധിനിവേശ പ്രവണത, അതിനുശേഷം യൂറോപ്പ് അതിനോട് പ്രതികരിച്ച രീതി, അത് പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി സമൂഹത്തിന്, അതിനേക്കാൾ ഉപരി ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ഒരു പാഠങ്ങൾ, സൂചനകൾ എന്തൊക്കെ? ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. കേരളവും ഒരു മിനി യൂറോപ്പാണ്. നമ്മള് യൂറോപ്പിന്റെ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മളുടെ ഒന്നും വീടുകളിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ഒരു സമാനതയാണ് ആദ്യം നമ്മൾ യൂറോപ്പുമായിട്ട് താരതമ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു സംഗതി. യൂറോപ്പിലെ കുടിയേറ്റക്കാരായ ഇസ്ലാമിസ്റ്റുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളുടെ നാട്ടില് വളരെ പർപ്പസ്ഫുള്ളായി നാട്ടിലെ എണ്ണത്തിൽ കൂടണം, അങ്ങനെ എണ്ണത്തിൽ കൂടി ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ കേരളത്തിലെ സമൂഹത്തിന്, പ്രത്യേകിച്ചും ക്രിസ്തീയ സമൂഹത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് യൂറോപ്പിലെ സമൂഹങ്ങൾക്ക് അവിടെ കുടിയേറിയെത്തിയ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീഷണിയെക്കാളും ഒട്ടും കുറഞ്ഞതല്ല, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലുള്ളതാണ്. കാരണം ഇവിടെ എണ്ണം കൊണ്ട് നമ്മളെ തോൽപ്പിക്കാനാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അതിൽ നമ്മൾ തീർത്തും പരാജയപ്പെട്ടു പോവാണ്. നമുക്കതിൽ തിരിച്ചടിക്കാൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായ കാര്യം, നമ്മളുടെ വീടുകളിൽ കുഞ്ഞുങ്ങളില്ല, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളില്ല. നമുക്ക് ആരെയും വേറെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ധാരാളം സാമൂഹ്യ സാഹചര്യങ്ങളും സാമൂഹ്യ ചരിത്രവും ഒക്കെ ഉണ്ടാവും. അത്തരം വിഷയങ്ങൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇത് അതിനൊരു വേദിയല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ശരി, നമ്മളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ നമ്മളുടെ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ വിഷയം. അപ്പൊ അതിലെ വരുമാനവും സാമൂഹ്യ വിഷയങ്ങളും ഒക്കെ ഡിസ്കഷനിൽ വരും. പക്ഷെ മറുഭാഗത്ത് അവർ ഇതൊന്നും നോക്കാതെ തന്നെ ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഓരോ വീട്ടിൽ 10ഉം 15ഉം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു ഓരോ സ്ത്രീയിൽ നിന്നും. അത് മൾട്ടിപ്പിൾ ലേഡീസ് ഉള്ള സ്ഥലങ്ങൾ പോലും ഉണ്ട്. അത് സ്വന്തം സമൂഹത്തിലെ കൂടാതെ മറ്റ് സമൂഹങ്ങളും തട്ടിയെടുക്കുന്ന സ്ത്രീകളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് ആ എണ്ണം കൊണ്ട് സമൂഹത്തെ കീഴ്പ്പെടുത്തുന്ന രീതി, അത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രോമിനന്റ് ആയി നിലനിൽക്കുന്നത് കേരളത്തിലാണ്. കൂടാതെ നമ്മളുടെ ആളുകൾ ആദ്യമേ മുതലേ വിദ്യാസമ്പന്നരായിരുന്നത് കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ച് പോയിരുന്നത് കൊണ്ടും നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗം വിദേശത്തേക്ക് ഒഴുകിപ്പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യം
യൂറോപ്പിലും പിന്നീട് കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മളുടെ ചെറുപ്പക്കാർ അവരുടെ ഒരേ ഒരു സ്വപ്നമായി സൂക്ഷിക്കുന്നത് ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പോക്കാണ്. പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലൊക്കെ നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ +2 കഴിഞ്ഞാൽ കേരളത്തിൽ പഠിക്കാൻ പോലും തയ്യാറില്ല. നമ്മളുടെ ഇവിടുത്തെ സ്ഥാപനങ്ങളിലൊന്നും അവർ പഠിക്കാൻ തയ്യാറല്ല. അപ്പം ഞാൻ തന്നെ എന്റെ ബന്ധുക്കളായിട്ടുള്ള പല കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവര് വസ്ത്രം കൊണ്ടൊക്കെ സായിപ്പിനെ അനുകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാനഡയിൽ ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പൊ കാനഡ കിട്ടിയിട്ടേ പോകുന്നുള്ളൂ, കിട്ടിയിട്ടേ പഠിക്കുന്നുള്ളൂ. അപ്പൊ 2 വർഷം കഴിഞ്ഞാലും 3 വർഷം കഴിഞ്ഞാലും ഇതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, ഒരു സാമൂഹ്യ സാഹചര്യമാണ്. കാരണം നമ്മുടെ നാട്ടില് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ഒരു ഡീസന്റ് ലിവിങ്ങിനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട്, മറ്റു മതസ്ഥരൊക്കെ ജീവിക്കുന്നത് പോലുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ, സാമ്പത്തിക സാഹചര്യങ്ങളിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടൊക്കെയാണ് നമ്മൾ കുടിയേറ്റം ചെയ്യുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുന്ന കാര്യമായിട്ടല്ല പറയുന്നത്, ഒരു ഒബ്സർവേഷൻ നിലയ്ക്കാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ് യൂറോപ്പിൽ സംഭവിച്ചത്. അവരുടെ വീടുകളിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുകയും കുടിയേറി വന്നവൻ മൾട്ടിപ്പിൾ വൈഫ്സിലൂടെ ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ നാടിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആ കാര്യം അവർക്ക് തിരിച്ചറിവുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി മുള പൊട്ടി വരുന്നത്. അത് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ അത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടനിലാണ് അത് കണ്ടത്. 1.5 ലക്ഷത്തോളം ആളുകൾ അണിനിരന്ന ഒരു വലിയ പ്രകടനം. സ്വാഭാവികമായിട്ടും ബ്രിട്ടനിലെ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ അതായത് സംതിങ് ഇമ്പോർട്ടന്റ്. നമ്മുടെ നാട്ടിലെ ആളെ കിട്ടുന്ന പോലെ ബ്രിട്ടനിലെ ആളെ കിട്ടില്ല. ഇവിടെ ഇപ്പൊ ഒരു പാർട്ടി പ്രകടനം നടത്തിയ പാർട്ടി അടിമകൾ വന്നിട്ട് അതിന്റെ പിന്നാലെ നിൽക്കും. അവിടെ അങ്ങനെ പാർട്ടി അടിമകളെ ഒന്നും കിട്ടില്ല. മാത്രമല്ല വ്യവസ്ഥാപിതമായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയോ ലേബർ പാർട്ടിയോ അല്ല പ്രകടനം നടത്തിയത്. ഇത് തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വയരക്ഷ അന്വേഷിക്കുന്ന മനുഷ്യർ സ്വയമായി തെരുവിലിറങ്ങിയതാണ്, അവർക്കൊരു നേതാവുണ്ട് എന്ന് മാത്രം. അപ്പം അതാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ സാഹചര്യങ്ങളുമായി നല്ല സാമ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹം. അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ചു, ഇപ്പോൾ ലണ്ടനിൽ നടന്ന 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്ത ആ റാലി, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉയർച്ചയൊക്കെ യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ശാശ്വതമായിട്ട് ഒരു പഴയ യൂറോപ്പിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും? ചിലയിടങ്ങളിലെങ്കിലും, ഞാൻ രാജ്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നില്ല, ചില രാജ്യങ്ങളിലെ ചില ഇടങ്ങളിലെങ്കിലും ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ എത്രത്തോളം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്? യൂറോപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഫ്രാൻസിലാണ്. അപ്പൊ അവര് ആഫ്രിക്കൻ രാജ്യങ്ങൾ ആദ്യം മുതലേ അവരുടെ കോളനികളായിരുന്നത് കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അന്ന് പണിക്കാരായി കൊണ്ടുവന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ മുസ്ലിങ്ങളായി തന്നെ തുടരുകയും അങ്ങനെ വലിയൊരു നമ്പർ അവരുടെ നിഗ്രോസ് ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെയാണ് ഈ കുടിയേറ്റ മുസ്ലിങ്ങളുടെ വിഷയം ഉണ്ടാവുന്നത്. പഴയ ഒരു യൂറോപ്പ് എന്ന രീതിയിലേക്ക് എന്തായാലും അത് പോകാൻ സാധ്യതയില്ലല്ലോ. കാരണം പുതിയ ജനറേഷന്റെ ചിന്താഗതികള് പഴയ ജനറേഷന്റെ ചിന്താഗതികളുമായി തീർത്തും വ്യത്യസ്തമായ സംഗതിയാണ്. പക്ഷെ അവർക്ക് അപകടം മണക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം അപകടം മണത്തത് കൊണ്ടാണല്ലോ അവർ കുരിശ് യുദ്ധത്തിന്റെ സിമ്പലുകളാണ് ഈ സമരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സെന്റ് ജോർജ് ക്രോസ് എന്ന് പറയുന്നത് അന്ന് കുരിശ് യുദ്ധത്തിന് പോയ സമയത്ത് ഇംഗ്ലീഷുകാർ കയ്യിൽ വെച്ചിരുന്ന ആ കൊടിയാണ്. അപ്പൊ അത് പിന്നെ ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിന്റെയും അയർലൻഡിന്റെയും കൊടികൾ കൂടി ഈ സെന്റ് ജോർജ് ഫ്ലാഗിന്റെ കൂടെ മേർജ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള സാധനമാണ് യൂണിയൻ ജാക്ക് എന്ന് പറയുന്നത്. വെയിൽസ് ഇത് 1801 യൂണിയൻ ജാക്ക് ഉണ്ടാവുന്നത്. വെയിൽസ് അതിനു മുമ്പ് തന്നെ ബ്രിട്ടനോട് യോജിച്ചിരുന്നത് കൊണ്ടാണ് വെയിൽസിന്റെ സിമ്പൽ ആയിട്ടുള്ള ഡേവിഡിന്റെ കാര്യങ്ങളൊന്നും അതിൽ വരാതെ പോയത്. അപ്പൊ അതിൽ നിന്ന് വേർതിരിച്ച് ഈ ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് മാത്രം, ഈ സെന്റ് ജോർജ് ഫ്ലാഗ് മാത്രം ബ്രിട്ടന്റെ ഏത് ഭാഗത്ത് പ്രകടനം നടത്തുമ്പോഴും അവർ ഉയർത്തിപ്പിടിക്കുന്നത് ആ കുരിശി യുദ്ധത്തെ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് കടന്നു കയറ്റത്തെ ചെറുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ്. അപ്പൊ അത് അവനവന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് അത് നിശ്ചയമായും നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ദിവസത്തേക്ക് കൊണ്ട് അല്ല 2 ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. അത് തിരിച്ചറിഞ്ഞോളി. അമേരിക്കയിലാണ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടത്. ചാർലി കിർക്ക് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ അയാളുടെ പ്രവർത്തനങ്ങള്, അയാളുടെ പ്രസംഗങ്ങള്, അയാളുടെ ആശയങ്ങള്, അത് നമ്മൾ തീവ്ര വലതുപക്ഷ ആശയങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് തീവ്ര വലതുപക്ഷത്തിന് ബൈബിളിക്കൽ ആശയങ്ങളാണ്. പഴയ കുടുംബ ചുറ്റുപാടുകളിലേക്ക് തിരിച്ചു പോവുക, കുടുംബത്തിലെ ഒരംഗം പ്രത്യേകിച്ചും അപ്പൻ ഏൺ ചെയ്യുക, അമ്മ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുക, ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ, അമ്മമാര് കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തട്ടെ, അങ്ങനെ ഒരാളുടെ ഏണിങ്ങിൽ കൊണ്ട് തന്നെ ഒരു കുടുംബത്തെ വളർത്താനുള്ള സാഹചര്യം, കുടുംബത്തെ പോറ്റാനുള്ള സാഹചര്യം അമേരിക്കൻ കുടുംബങ്ങളിൽ ഉണ്ടാവണം എന്നതാണ് തന്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് ചാർലി കിർക്ക് അയാളുടെ എല്ലാ പ്രസ്താവനകളിലും പറയുന്നുണ്ട്. അതായത് പഴയ കുടുംബ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോവുക, ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ഈ ഒരു ചിന്താഗതി അങ്ങ് തീർന്നു പോകത്തൊന്നുമില്ല, അത് വളർന്നു വരത്തേ ഉള്ളൂ. കാരണം ഈ പറയുന്ന ഓരോ പ്രകടനങ്ങളും നമ്മൾ കാണുന്നത് ആദ്യത്തെ പ്രകടനത്തില് 5000 പേരായിരുന്നെങ്കിൽ പിന്നെ അത് 10,000 ആയിരുന്നു, 50,000 ആയി, 1 ലക്ഷം, ഇപ്പൊ 1.5 ലക്ഷം. അപ്പൊ അത് വലിയൊരു ഒഴുക്കായി മാറും.
അതങ്ങനെ നിന്നു പോകുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രംപിന്റെ ഈ ആന്റി കുടിയേറ്റ ചിന്തകൾക്ക് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇത്തരം ചിന്തകൾക്ക് ഊർജം പകരാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. അതിന്റെ എല്ലാ ഇഫക്റ്റുകളും പോസിറ്റീവ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ നാടിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, വളരെ വ്യക്തമാണ്. ഞാൻ അമലിലേക്ക് വരികയാണ്. അമൽ, കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ സാഹചര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം ആണ് അങ്ങ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ യൂറോപ്പിനെ പിടിച്ചെടുക്കുവാൻ ഇസ്ലാമിസ്റ്റ് ശക്തികൾ യൂസ് ചെയ്തൊരു ട്രോജൻ കുതിരയാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ, പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യയിൽ നിന്നും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഈ അഭയാർത്ഥി പ്രവാഹം. അതിന്റെ മറവിൽ അവർ ഒളിച്ചു കയറ്റിയ ഈ അധിനിവേശ പ്രവണത. അപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഡോക്ടർ ജോസ്ട്രോൺ സൂചിപ്പിച്ചു, അതായത് യൂറോപ്പ് അപകടം മണത്ത് കഴിഞ്ഞിരിക്കുന്നു. സമാനമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിലേക്കും പല രീതിയിലുള്ള ട്രോജൻ കുതിരകളെ ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ ഇപ്പോൾ കടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള അധിനിവേശ പ്രവണതകൾ, നമുക്കറിയാം ഹലാൽ പോലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രണയക്കെണി, അത്തരം കാര്യങ്ങൾ, രാഷ്ട്രീയ മേഖലയിൽ നാം നേരിടുന്ന പല പ്രശ്നം, T20 പോലുള്ള അങ്ങനെ പല ട്രോജൻ കുതിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ക്രൈസ്തവ സമുദായം അപകടം മണത്ത് കഴിഞ്ഞോ, അല്ലെങ്കിൽ അതിനുള്ള സമയം വൈകി കഴിഞ്ഞിട്ടുണ്ടോ? അമൽ സറീഖ്. ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിൽ അവർ അജ്ഞരാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് നമ്മൾ ഈ ആനുകാലിക വിഷയങ്ങളെ പറ്റി ഒരു പഠനമോ മറ്റ് സമൂഹങ്ങളെ പറ്റിയുള്ള പഠനമോ അങ്ങനെയുള്ള പഠനങ്ങളെക്കാൾ ഉപരി അവർ സ്വയം ചുരുങ്ങുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുക. അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഈവൻ കേരളത്തിലായാലും നമ്മുടെ സമൂഹം പലപ്പോഴും പഠന വിഷയമാക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം നമ്മുടെ സമൂഹത്തെ മാത്രം നോക്കിക്കൊണ്ട്, അതായത് ഇപ്പൊ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു ബേസിലാണ് നമ്മുടെ സമൂഹങ്ങൾ പലപ്പോഴും, ഒരു ക്രൈസ്തവ സമൂഹങ്ങൾ പലപ്പോഴും കടന്നു പോവുക. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ശത്രു അതാണ്, അല്ലെങ്കിൽ ശത്രു ഓടിയുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരാളുണ്ട്, അയാളുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അന്ധമായി നമ്മൾ ബാക്കിയുള്ളവരെ വിശ്വസിക്കുക, ബാക്കിയുള്ളവരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച പാഠം സ്നേഹമാണ് എന്ന തത്വം മാത്രം ഊന്നിക്കൊണ്ട് ആ സ്നേഹത്തിന്റെ പാതയിൽ എല്ലാവരെയും സ്വീകരിക്കുക, സ്നേഹിക്കുക, നമ്മൾ അവരുടെ കാര്യം നോക്കണ്ട, അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ കാര്യം നോക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റ് ക്രൈസ്തവ സമൂഹത്തിൽ ഉടനീളം അന്താരാഷ്ട്ര തലത്തിലും എല്ലാ തലങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നതിന്റെ ഇതിവൃത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് അധിഷ്ഠിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെന്നും പറയാൻ പറ്റും. പക്ഷെ ഇത് സഭയുടെ പലപ്പോഴായിട്ടുള്ള പഠനങ്ങളിൽ നിന്നും സഭയുടെ ചില കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ചിലപ്പം ഉരുത്തിരിഞ്ഞ് വന്നതാകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതായത് ഇതിന്റെ കാമ്പ് ഇതാണ്: നമ്മൾ നമ്മെ മാത്രം ശ്രദ്ധിക്കുകയും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ബോധവാന്മാരാകാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ പല ചുറ്റും നിൽക്കുന്ന ആളുകളുടെ അജണ്ടകൾ നമ്മിൽ അറിയാതെ തന്നെ അത് കയറി വരുന്നതായിട്ടും അത് പിന്നീട് നമ്മുടെ ഉന്മൂലനത്തിലേക്കോ അല്ലെങ്കിൽ അടിച്ചമർത്തലിലേക്കോ അല്ലെങ്കിൽ ഇല്ലായ്മയിലേക്കോ പോലും നയിക്കുന്ന സംഭവങ്ങളായി മാറുക. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൗരസ്ത്യ ദേശത്ത് എങ്ങനെയാണ് ഈ ക്രൈസ്തവരുടെ ജനസംഖ്യ ഇത്രമാത്രം കുറഞ്ഞു പോയത്. അവിടെ എല്ലാം തന്നെ നല്ല ശതമാനത്തിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം എങ്ങനെയാണ് കുറെ കാലയളവിൽ അവര് പീഡനങ്ങൾ അനുഭവിച്ച് അവർ തീർന്നു പോയത്, എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കാതെ പോയെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഈവൻ ഇപ്പൊ യൂറോപ്പിൽ സംഭവിച്ച പോലെ നമുക്കറിയാം. നമ്മൾ വലിയ കാര്യത്തില് യൂറോപ്പിനെ പഠന വിഷയമായിക്കൊണ്ടാണ് യൂറോപ്പിലെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടില് നമ്മള് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിനെ നമ്മള് എന്താ പറയുന്നത് ആ ഒരു കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് സ്റ്റൈല് അങ്ങനെയൊക്കെ വർത്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടില്. ഈവൻ നമ്മുടെ നാട് പോലും അല്ല, ദേശീയ തലത്തിൽ പോലും ഇന്ത്യയിലെല്ലാം സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാം യൂറോപ്യൻ കോപ്പീസ് ആണ്. എന്നാൽ ഇതേ സമയം യൂറോപ്പിൽ പോലും അവിടെ നടക്കുന്ന ആ ഇമിഗ്രൻസ് ഇല്ലീഗലായിട്ട് വരുന്നവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കാനോ അവരുടെ ഇന്റൻഷനെ മനസ്സിലാക്കാനോ പോലും കഴിയാതെ പോയെന്നുള്ളത് എത്രമാത്രം ആ സമൂഹത്തിന്റെ അജ്ഞതയാണെന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വലിയൊരു ദേശീയ നേതാവായിട്ടുള്ള ഒരു മുസ്ലിം നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്: ഞങ്ങള് പ്രത്യേകിച്ച് ബോംബ് കൊണ്ടോ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം കൊണ്ടോ ഒന്നുമല്ല യൂറോപ്പിനെ കീഴടക്കുക, പകരം ഇതുപോലെ ഞങ്ങളുടെ ജനന നിരക്ക് കൊണ്ടും ഞങ്ങള് അവിടെ അധിവസിച്ച് ഞങ്ങളുടെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ യൂറോപ്പിനെ പിടിച്ചെടുക്കുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും യൂറോപ്പിനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാര്യം യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ ഇതായിട്ട്, അതായത് റോയൽ രാജവംശമായിട്ട് നടക്കുന്ന കൺട്രീസ് അല്ല, അവിടെ ഡെമോക്രസിയാണ് മെയിൻ ആയിട്ട് വരുന്നത്.
അവിടെ ഡെമോക്രസി മെയിൻ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് ജനസംഖ്യക്കാണ് പ്രാധാന്യം. ജനസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അവിടെയാണ് ഭൂരിപക്ഷ വോട്ട് കിട്ടുക, അല്ലെങ്കിൽ ആ വിഭാഗക്കാരുടെ വോട്ട് കൂടുതൽ കിട്ടുന്ന ആളുകളാണ് ഭരണത്തിൽ വരിക. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഡെമോക്രാറ്റിക് കൺട്രിയിൽ നടക്കുന്ന സ്വാഭാവിക പ്രക്രിയയാണ്. അതിനെ പോലും യൂറോപ്പിന് മനസ്സിലാകാൻ സാധിച്ചില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ അവർ കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്വീകരിക്കുക, അതിനെ നമ്മൾ ഈ സ്നേഹത്തിന്റെ തത്വം പറയുക, അതിനുശേഷം ഈ ഇമിഗ്രൻസ് വഴി കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കടക്കുമ്പം അവർ രാജ്യത്തിന് നടക്കുന്ന ഭീഷണിയെ പോലും അവർക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാകാതെ പോവുക, പിന്നീട് കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് അവസാനം ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ യൂറോപ്പ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആ ഒരു എന്താ സ്റ്റഡീസ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പഠനവും ഈ വിഷയങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ പറ്റി അവർ നടത്തുന്നില്ലാത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈവൻ കേരളത്തിൽ പോലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നടക്കുന്നത് അങ്ങനെ തന്നെ സൂചിപ്പിച്ചു നേരത്തെ, പല ഇൻസ്റ്റന്റ് ആയിട്ട് പല കാര്യങ്ങൾ, ഇവിടെയുള്ള ന്യൂനപക്ഷ വിഷയങ്ങളാകട്ടെ, സംവരണ വിഷയങ്ങളാകട്ടെ, മറ്റ് സാമൂഹിക തലത്തിലുള്ള രാഷ്ട്രീയപരമായിട്ട് ഉള്ള വിഷയങ്ങളാകട്ടെ, ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹം പലപ്പോഴും ഇതിനെല്ലാം മൗനം പാലിക്കുകയും അജ്ഞരായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈവൻ കലാലയങ്ങളിൽ പോലും കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റി യാതൊരു ബോധവൽക്കരണവും ലഭിക്കുന്നില്ല. അവരെല്ലാം തന്നെ ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ കേരളത്തിൽ വരുന്ന സമയത്ത് നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം മാധ്യമങ്ങളുടെ ഒരു കാര്യത്തിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ഷാർലി കിർക്ക് അന്തരിച്ച സമയത്ത്, അതായത് അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്ത് ഇവിടെ വന്ന മനോരമ പത്രം പോലെയുള്ള വലിയൊരു വരിക്കാരുടെ ഒരു അംഗസംഖ്യയുള്ള കേരളത്തിലെ പത്രം അവരുടെ ഒരു പ്രധാന വാർത്തയാണ്, അതായത് അകത്തെ ഒരു പ്രധാന വാർത്തയായിട്ട് അവർ കൊടുത്തതിനകത്ത് ഈ ഷാർലി കിർക്ക് എന്ന് പറയുന്ന ഈ വ്യക്തി അവർ അഭിസംബോധന ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. തീവ്ര വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി 2012 18-ാം വയസ്സിൽ കിർക്ക് ഷിക്കാഗോയിൽ സ്ഥാപിച്ച ടേണിംഗ് പോയിന്റ് എന്ന സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെ പറഞ്ഞ് വീണ്ടും അടുത്ത പാരഗ്രാഫിൽ വരികയാണ്. തീവ്ര വംശീയ നിലപാടുകളുടെയും ട്രാൻസ്ജെൻഡർ വിരുദ്ധ പരാമർശങ്ങളുടെയും പേരിൽ വിമർശനങ്ങളും നേരിട്ട കിർക്ക് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാർത്ത പോവുകയാണ്. ഇപ്പൊ തീവ്ര വംശീയ അധിക്ഷേപം നടത്തുന്നു, ആ രീതിയിലാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേസമയം ഇവർ തന്നെ ഈ ഹമാസിന്റെ വാർത്തകൾ എങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ ഇസ്രായേലിൽ നടത്തിയ അവരുടെ ആക്രമണത്തെ പോലും കൃത്യമായി അപലപിക്കാനായിട്ട് മനോരമയ്ക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. മാത്രമല്ല അവിടെ ഈ പിടിച്ചോണ്ട് പോയ ആളുകളെ തിരിച്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാതെ പലവട്ടം ഇസ്രായേൽ പറഞ്ഞിട്ടും ഹമാസ് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലെ ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുള്ള ഒരു സൂചന പോലും മനോരമ പത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും നേരത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ടും ഹമാസിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ ഗാസയെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് മനോരമയുടെ പോലും ഈ വാർത്തകൾ വരുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാർത്താ സൃഷ്ടി ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രമാത്രം കൃത്യമായ ഒരു മാധ്യമ അജണ്ട ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെയുള്ള ക്രൈസ്തവർക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള സാമൂഹിക എന്താ പറഞ്ഞ ഒരു അല്പമെങ്കിലും ബോധ്യങ്ങളുള്ളവർ പോലും പറയാനോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനോ തയ്യാറാകാത്തതൊക്കെ എവിടെയോ ഒരു അജ്ഞതയോ അല്ലെങ്കിൽ അടിമത്തത്തിന്റെയോ എന്തോ ലക്ഷണമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോ യൂറോപ്പ് അവിടെ പ്രതിഷേധം നടത്തിയത് കൊണ്ട് യൂറോപ്പിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. യൂറോപ്പിന്റെ പകുതി തളർച്ച അവിടെ ഉറപ്പായി. ഇനി എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു റെസിസ്റ്റൻസ് മാത്രമേ യൂറോപ്പിന് സാധ്യമാകൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് ഒരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പണ്ട് ഹിസ്റ്ററി പാഠപുസ്തകത്തില് 2 ചിത്രങ്ങൾ കാണിച്ചിട്ട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്പിലെ ഒരു പ്രതിഷേധം, രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ യോഗം നടക്കുന്നതിന്റെ ഒരു ചിത്രവും നമ്മുടെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ യോഗം നടക്കുന്നതിന്റെ ചിത്രവും വെച്ച് പഠിപ്പിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ യോഗം നടക്കുന്ന ഒരു ചിത്രത്തിനകത്ത് അനേകായിരം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതായിട്ടും, എന്നാൽ യൂറോപ്പിലാണെങ്കിൽ ഒരു തെരുവില് ഒരു മൈക്കും പിടിച്ച് അവിടെ നേതാവ് നിൽക്കുന്നു, ആകെ ഒരു 5, 6, 10 പേരും പുസ്തകത്തില് നമ്മുടെ ദേശീയ തലത്തിലുള്ള പാഠപുസ്തകങ്ങളിലെ കാര്യമാണ് പറയുന്നത്.
അത്തരത്തിലൊരു ചിത്രത്തിൽ നിന്ന് ഇന്ന് യൂറോപ്പ് ലക്ഷങ്ങൾ വരുന്ന ആളുകളുടെ ഒരു പ്രക്ഷോഭ റാലിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ എത്രമാത്രം അവരുടെ ചിന്തകളിൽ ഈ ഒരു വിഷയം പ്രതിധ്വനിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. യെസ് 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 പക്ഷെ ആ ഒരു പ്രതിധ്വനി പോലും ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രമാത്രം അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതും അതിനകത്തൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം അത്രമാത്രം രാഷ്ട്രീയപരമായിട്ടും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ UK-യിലൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് മറ്റ് അധിനിവേശ ശക്തികൾ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഓക്കെ നിന്നൊരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. ചിലപ്പോൾ വലിയ വില തന്നെ ഇപ്പൊ ഇസ്രായേല് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇസ്രായേല് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആരെയും നോക്കാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവർ കഷ്ടപ്പെടുമ്പം അവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാവരും അവർ ഒറ്റപ്പെടുന്നുണ്ട്. ഓക്കെ തീർച്ചയായിട്ടും യൂറോപ്പിനും ധാരാളം ഒറ്റപ്പെടലുകളും അതേപോലെ തന്നെ ധാരാളം നഷ്ടങ്ങളും ഇനിയുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ യെസ് യെസ് വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നിസ്സംഗതയാണ് അജ്ഞതയാണ് ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ കടന്നു കയറാനുള്ള ഒരു ട്രിഗറിംഗ് പോയിന്റ്. അത് യൂറോപ്പിൽ മാത്രമല്ല കേരളത്തിലും നമുക്ക് ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അതൊരു വലിയൊരു പാഠം തന്നെയാണ്. ഞാൻ ജോസ് ജേക്കബിലേക്ക് വരികയാണ്. ശ്രീ ജോസ് ജേക്കബ്, അപ്പോൾ ഞാനും അല്ലെങ്കിൽ ഈ ഇവിടെ സംസാരിക്കുന്ന ജോസ് സാർ ആയിക്കോട്ടെ അമല ആയിക്കോട്ടെ, ഞങ്ങൾക്കൊക്കെ യൂറോപ്പിലെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വാർത്തകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിശകലനങ്ങൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങ് യൂറോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്, അയർലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങേക്ക് അറിയാൻ സാധിക്കും. നമുക്കറിയാം, ഒരു അധിനിവേശ ശക്തി ഒരു പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു വഴിമരുന്നിടുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അധപതനം, കുടുംബങ്ങളുടെയൊക്കെ ഒരു തകർച്ച തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യൂറോപ്പിൻ്റെ കാര്യത്തിൽ സമാനമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ യൂറോപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അപജയം, അതിൻ്റെ ഒരു റിയാലിറ്റി അങ്ങൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ ശരിക്കും അയർലൻഡില് സമ്മർ കഴിഞ്ഞു, വിന്ററിലേക്ക് മാറുന്നു. ടോട്ടലി ഒരു ഇരുണ്ട് ക്ലൈമറ്റ് ഒക്കെ നേരത്തെ തന്നെ ഡേ ലൈറ്റ് കുറഞ്ഞ് വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആണ് അയർലൻഡിലെ ഒരു അവസ്ഥയും. നമ്മൾ മുൻപിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയർലൻഡിന്റെ ഒരു അവസ്ഥ വളരെ ഡാർക്കായിട്ട് വരുന്നത് ഏത് വിഷയത്തിലാണ്? ആത്മീയമായ മേഖലയിൽ. ആത്മീയമായ മേഖലയിൽ ഒരു ഡാർക്ക്നെസ് അതിശക്തമായ രീതിയിൽ അയർലൻഡ് എന്നല്ല, ഓൾ യൂറോപ്പിലെ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഇവിടെ നിന്നുള്ള ഒരു സമൂഹത്തിന്റെ ഒരു യാത്ര വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പള്ളികളില് ഇംഗ്ലീഷ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ചർച്ചുകളില് പ്രീസ്റ്റ് വൈദികരില്ല നമുക്ക്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. വൈദികര് ഇല്ല. എല്ലാവരും തന്നെ ആർക്കും തന്നെ ആരോഗ്യപരമായ ഭയങ്കര വ്യത്യാസങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ സ്റ്റെപ്പുള്ള പള്ളിയിൽ കുർബാന ഇല്ല. കാരണം ആ പുരോഹിതന സ്റ്റെപ്പ് ചവിട്ടി മേളിലേക്ക് കയറാൻ സാധിക്കാത്തതുകൊണ്ട് അവിടുത്തെ കുർബാന, എല്ലാ ദിവസവും ഉണ്ടായിരുന്ന കുർബാന അത് വെരി റയർ, ഈ ഫോർട്ട്നൈറ്റ് അങ്ങനെ ഉള്ള ഒരു സമയത്തിലേക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് അങ്ങനെയൊക്കെ ആക്കി അവര് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം പുതിയ തലമുറയില് വൈദികരില്ല. ഇവിടുത്തെ സഭയെ നയിക്കാനായിട്ട് വൈദികരില്ല. അതുപോലെ ഈ അയർലൻഡില് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവിടുത്തെ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വലിയ ബ്ലെസ്സിങ് ഫീൽ ചെയ്യും. ഈ ഐറിഷ് മണ്ണിൽ നമ്മൾ ചവിട്ടി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ഒരു ദൈവ പരിപാലനം നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പം ഇതിനു മുമ്പുള്ള തലമുറയിൽ അവരുടെ ജീവിത രീതിയും ആ ഒരു അനുഗ്രഹവും ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് മലയാളികളായിട്ട് ഇപ്പൊ ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു ആശ്വാസമാണ്. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഇവിടെ ഒരു ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ. സെയിം ടൈമില് അടുത്ത കമ്മ്യൂണിറ്റിയിൽ, ഐറിഷ് കമ്മ്യൂണിറ്റിയിൽ പുതിയ തലമുറയിൽ അവര് സഭയിൽ നിന്ന് വളരെ അകലെയാണ്. റീസൺസ് പലതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് അവര് ഈ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നതും സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ അവര് വലിയ അജ്ഞതയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവിടുത്തെ പുതിയ ഐറിഷ് യൂത്തിനെ നമുക്ക് ആ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ആ ഒരു രീതിയിലുള്ള യാത്രയിലായിരുന്നു ഇവിടുത്തെ സഭയും
അതിന്റെ പരി അവസാനിച്ച് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള പഴയ പ്രായമേറിയ തലമുറ, അവരുടെ ഒരു വലിയ വിശ്വാസം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നു. ആ ഇന്ത്യക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി വൈദികര് അവരുടെ ഈ മാസുകളിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ അവര് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഉണ്ട്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം. എന്നിരുന്നാലും പുതിയ തലമുറയിൽ ഈ ഒരു ആത്മീയ അന്ധത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഈ ഇവിടുത്തെ അയർലൻഡിൽ നിന്നുകൊണ്ട് ഒരു മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് പറയുന്നതിന് ചില നിയമപരമായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ആത്മീയ അന്ധത ഉള്ളതുകൊണ്ട് മറ്റു പല പ്രഭാഷണങ്ങളും മറ്റു പല ഐഡിയാസും മധുരം പുരട്ടിയ ഫ്യൂറിഡാൻ നമ്മൾ പണ്ട് പറയാറുണ്ട്. മധുരം പുരട്ടിയ ഫ്യൂറിഡാനായിട്ട് സൊസൈറ്റിയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നല്ല രീതിയിൽ ഈ സമൂഹം, അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രതികരണശേഷി ഏത് രീതിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പ്രതികരണങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. സോഷ്യലി ഇവർക്കുണ്ടാകുന്ന ഡാമേജസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിലവില് ഇവര് പ്രതിഷേധങ്ങളിലേക്ക് കടന്നു വരുന്ന. അയർലൻഡില് അതൊന്നും ആയിട്ടില്ല. UK നമ്മൾ കണ്ടു, സാറ് പറഞ്ഞു, ജോസാറ് പറഞ്ഞതുപോലെ 1.5 ലക്ഷം പേരോളം പങ്കെടുത്ത മീറ്റിങ്ങുകളും റാലികളും പല സ്ഥലങ്ങളിൽ, ജർമ്മനിയിൽ, അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അയർലൻഡിൽ സ്റ്റിൽ അങ്ങനെയുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ല. ഉണ്ട്, എത്തിയിട്ടില്ലെന്നല്ല, അവിടെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും പരിപൂർണമായ ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനില്ല. ഇവിടെ അറിയാം 99% കാത്തലിക്സ് ആണ്. കാത്തലിക്സ് എന്ന് പറയുമ്പോൾ വളരെ ഒരു നമുക്കൊരു പ്രൗഡ്, നമുക്ക് കാത്തലിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡുണ്ട്. ആമേ കാത്തലിക് എന്ന് പറയുമ്പോൾ വളരെ പ്രൗഡോട് കൂടി തന്നെയാണ് ആ വേർഡ് നമ്മൾ ഉച്ചരിക്കുന്നത്. പക്ഷെ ഇവിടെ കാത്തലിക് ആണെങ്കിലും ഇവർക്ക് അത് കേൾക്കുമ്പോൾ ഞാൻ ഈ ഏറ്റവും താഴ്ന്ന രീതിയിൽ ആൾക്കാരുമായിട്ട് ഉള്ള രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥതയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ രാജ്യം എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർജവമുള്ള, കംപ്ലീറ്റ്ലി ഹോംവർക്ക് ചെയ്ത എന്ത് അജണ്ടയും ഇവിടെ നടത്താൻ സാധിക്കും എന്ന്, അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ ഈ മുൻപ് സൂചിപ്പിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു ഡാർക്ക്നെസ്, അത് മീൻസ് അതിവിടെ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ലൈറ്റ് എന്ന രീതിയിൽ തന്നെയാണ്. ഇതാണ് സത്യം, ഇതാണ്. അപ്പൊ അതിനുവേണ്ടി മേൻകൂടി ചേർക്കാൻ വേണ്ടി ഉള്ള ക്രൈസിസുകളാണ് ഇങ്ങനെ നമ്മുടെ ഓൾ അറൗണ്ട് ദ വേൾഡിൽ നിന്നെല്ലാം ഇങ്ങനെ നമ്മൾ, എസ്പെഷ്യലി ഇസ്രായേൽ ഏറ്റവും നല്ല ഒരു മെഡിസിൻ ആണത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഈ ഇസ്രായേൽ വാർ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വരാനായിട്ടുള്ള ഒരു, നമ്മളിപ്പം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്? ഇതിന്റെ പല ഭവിഷ്യത്തുകളും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. നമ്മുടെ ബിസിനസ് മേഖലയിലും സകല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നമുക്കത് മനസ്സിലാക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതും കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വെക്കുന്നതും. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല. അത് പല രീതിയിൽ ഇതിനെ പിടിക്കാനും ഇതിനെ അടിച്ചമർത്താനും ഇതിനെ പിടിച്ചെടുക്കാനുമുള്ള വഴികളെല്ലാം നടക്കുന്നുണ്ട്. അത് പല അജണ്ടകൾ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത അജണ്ട കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ആത്മീയമായ ഒരു വെളിച്ചമില്ലാതെ പല കാര്യങ്ങളും മനസ്സിലാകില്ല പലർക്കും. വളരെ വ്യക്തമാണ്. അങ്ങ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പരാമർശിച്ചത്. ആത്മീയമായിട്ടുള്ള തകർച്ച ആ ലൂപ്പ് ഹോളിലേക്ക്, ആ ഒരു വാക്യൂമത്തിലേക്ക് ഈ പറയുന്ന അധിനിവേശ ശക്തികൾ കടന്നു കയറുന്നു. അവരുടെ അധിനിവേശപരമായിട്ടുള്ള അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നു. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി ഒറ്റൊരു വാചകത്തിന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വലതുപക്ഷ പാർട്ടികൾ
യൂറോപ്പിന്റെ രക്ഷ വലതുപക്ഷ പാർട്ടികളിലൂടെ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നടത്തിയ ഒരു ചർച്ചകളിലേക്ക് ഒരു വിളിച്ചത്. വലതുപക്ഷ ചിന്തകൾക്ക് അതിൻ്റെതായിട്ടുള്ള ശരികളും അതിൻ്റെതായിട്ടുള്ള തെറ്റുകളുണ്ട്. പക്ഷെ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയം, ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ളത് വലതുപക്ഷ രാഷ്ട്രീയമാണ്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എന്നതിന്റെ പേരിൽ ധാരാളം തിന്മകൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പൊ എന്റെ ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ ശ്രദ്ധിക്കുന്ന എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛൻ ഇന്നലെ എന്നെ US വിളിച്ചിരുന്നു, സീനിയറായിട്ട് പ്രീസ്റ്റാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ സംഭവിക്കുന്ന കാര്യം, ഒരു ഇസ്ലാമിസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ഒരു വിവാഹം കഴിക്കും. അപ്പൊ അമേരിക്കയിലെ വലിയ ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പിന്നെ നമ്മുടെ സുഹൃത്ത് പറയണ്ടായി, അവിടെ ഒരു മതത്തിന്റെ പേര് ഉച്ചരിക്കുന്നത് പോലെ നിയമവിരുദ്ധമായ കാര്യമാണ്. ഇപ്പൊ നിയമങ്ങൾ വളരെ ശക്തമാണ്. അപ്പൊ നിയമങ്ങൾ എത്ര എളുപ്പത്തിലാണ് ഇവർ മറികടക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ, അമേരിക്കയിലെ ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എത്ര പാർട്ട്ണർ വേണമെങ്കിലും ആവാം, ആരുടെ കൂടെ വേണം നിങ്ങൾക്ക് പോയി താമസിക്കാം, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഒരു ആള് ഈ മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ വരുന്നവൻ, അവൻ അവിടെ അഭയാർത്ഥിയായിട്ട് വരുന്നു, അത് കഴിഞ്ഞൊരു പെണ്ണിനെ കൊണ്ടുവരുന്നു, കല്യാണം കഴിക്കുന്നു, അതിനകത്ത് 2 കുട്ടിയാകുമ്പോഴത്തേക്ക് അവനത് ഡൈവോഴ്സ് ചെയ്യും, നിയമപരമായിട്ട് ഡൈവോഴ്സ് ചെയ്യും. പക്ഷെ അവനെ സംബന്ധിച്ച് ഈ നിയമം അവന്റെ നിയമമല്ല. അവന്റെ നിയമം എന്ന് പറയുന്നത് മറ്റേ നിയമമാണ്, സ്വർഗത്തിനുള്ള ശരീരത്ത് നിയമമാണ്. അത് അവൻ ചെയ്യില്ല. ഇവൾക്ക് ഒരു ഫ്ലാറ്റൊക്കെ എടുത്തു കൊടുത്ത് വേറെ താമസിപ്പിക്കും, അവൻ അടുത്ത പെണ്ണെ കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അവളെ ഭാര്യയാക്കും. ഒരു ഭാര്യയെ പാടുന്നു എന്നുള്ള ഒരു ആയുധന നിയമം. ഓക്കെ, നിയമം അവൻ പാലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ആദ്യം ഉപേക്ഷിച്ച അല്ലെങ്കിൽ ആദ്യം ഇവൻ ഡൈവോഴ്സ് ചെയ്ത സ്ത്രീ പിന്നെയും പ്രസവിക്കുമ്പോൾ ആ സ്ത്രീക്ക് അച്ഛനില്ലാത്ത കുഞ്ഞിനെ ജനിപ്പിച്ചു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പോറ്റേണ്ടതുണ്ട് എന്നതിന്റെ പേരിൽ സ്റ്റേറ്റ് അഡീഷണൽ ഗ്രാന്റ് കൊടുക്കും. അപ്പൊ അഡീഷണൽ ഗ്രാന്റ് കൂടെ വാങ്ങിയിട്ട് ഇവന്റെ കുഞ്ഞിനെ ഈ സ്റ്റേറ്റ് പോറ്റാണ്. ഇവൻ ഇങ്ങനെ 3-4 ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒഫീഷ്യൽ ഭാര്യയും പിന്നെ കുറെ അൺഒഫീഷ്യൽ ഭാര്യമാരും. കാരണം അൺഒഫീഷ്യൽ ആയിട്ട് എന്ത് സമൂഹത്തിൽ ചെയ്യും. അപ്പൊ ഇവരൊക്കെ ഈ നിയമം ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുപോയിട്ട് എന്തിനെയാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് തിന്മയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് വിവാഹം കഴിക്കാതെ ആർക്കും ഒന്നിച്ച് ജീവിക്കാം എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ അപജയം സംഭവിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ഹോമോസെക്സും ഇതുപോലെ ഫ്രീ സെക്സും ഇതൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളെ അങ്ങോട്ട് താഴ്ത്തി കൊണ്ടുവന്നത്. നമ്മൾ പറഞ്ഞു വരുമ്പം ഇത് മൂല്യങ്ങളിൽ നിന്ന് തിരിച്ചോടിയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറയുകയുണ്ടായി, ക്രിസ്തു സ്നേഹമാണ് പഠിപ്പിച്ചത്. ക്രിസ്തു സ്നേഹം മാത്രമല്ല പഠിപ്പിച്ചത്, ക്രിസ്തു ഈ പറയുന്ന സ്നേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു, ഡോണ്ട് കാസ്റ്റ് യുവർ പേൾ ബിഫോർ പിഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പന്നിയുടെ മുമ്പിൽ മുത്തുകൾ വലിച്ചെറിയരുത്. സ്നേഹം എന്ന് പറയുന്നത് ഒരു മുത്താണ്. ആ മുത്തിനെ കൊണ്ട് പന്നിയുടെ മുമ്പിൽ കൊണ്ട് എറിയരുത്. അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുവന്റെ മുമ്പിൽ അതിനെ കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ ചവിട്ടുന്നത് പോലെ അവൻ എടുത്തിട്ട് ചവിട്ടും. ഈ ഇംഗ്ലണ്ടിലൊക്കെ വന്നു താമസിക്കുന്ന ആളുകൾ ഇതുപോലെ അഭയാർത്ഥികളായിട്ട് വരുന്നു, 2 കൈ നീട്ടി അവനെ സ്വീകരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പണിയാണ് ചെയ്യുന്നത്. അവന്റെ ഭാര്യമാർ, അവരുടെ സ്ത്രീകൾ ഒരിക്കലും ജോലി ചെയ്യാൻ പോകില്ല. അവർക്ക് മിനിമം ജീവിത സാഹചര്യങ്ങൾ മതി ജീവിക്കാൻ. ആ മിനിമം ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അവർ ജീവിക്കും. ഈ പുരുഷൻ മുടി വെട്ടിയിട്ടോ കക്കൂസ് കഴിയിട്ടോ എവിടെന്നെങ്കിലും ഒക്കെ, ഇതിനൊക്കെ വലിയ ഏണിംഗ് ആണ്. അപ്പൊ ഈ വലിയ ഏണിംഗിന്റെ പടം കൊണ്ടുവന്ന് ഇവൻ അവിടെ മാസ് പ്രൊഡക്ഷൻ നടത്തും. 2011 സെൻസസിൽ 4.1 ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം 2021 സെൻസസിൽ ഇംഗ്ലണ്ടിൽ 6.5 എത്തി. ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, അല്ലാതെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ല. 1 2 ആവും, 2 4 ആവും, 4 8 ആവും, 8 16 ആവും. ഇത് ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പില് ഭരണം കീഴടക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ വലിയ താമസമൊന്നുമില്ല. അപ്പൊ അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ച തിരിച്ചുപോക്ക് നടക്കില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ നടക്കാതൊന്നുമില്ല. ട്രംപിനെ പോലെ കരുത്തുള്ളൊരു ഭരണാധികാരി വന്നാൽ അവിടെയുള്ള 10-20 വർഷത്തിനിടയിൽ കൊടുത്തിട്ടുള്ള സിറ്റിസൺഷിപ്പുകൾ മുഴുവൻ റിവൈസ് ചെയ്യാൻ പറ്റും. അത് മുഴുവൻ വീണ്ടും പുനഃപരിശോധന ചെയ്യാൻ പറ്റും. അതിനകത്ത് എത്ര ആളുകള് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും എത്ര പേര് ഇതിനകത്ത് ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇവരെയൊക്കെ അവന്റെ ഒറിജിനൽ രാജ്യങ്ങളെ തിരിച്ചുവിടാൻ പറ്റും. അപ്പൊ ഇത് സംഭവിക്കാതെ പോയത് ലെബനോണെ പോലത്തെ രാജ്യങ്ങളിലൊക്കെയാണ്. ആദ്യം ഈ പാലസ്തീനുകൾ കുടിയേറിയത് ലെബനോണിലാണ്. ഇന്ന് ലെബനോണിന്റെ അവസ്ഥ എന്താണ്? 1980 വരെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്ന ലെബനോൺ വെറും 10 വർഷം കൊണ്ട് അവന്മാർ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ്. നേരെ മറിച്ച് ജോർദാനിൽ ചെന്നപ്പോൾ ജോർദാൻകാർക്ക് മനസ്സിലായി, അവർ ചവിട്ടി പുറത്താക്കി. ഇത് ലെബനോണിലെത്തി, അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറി. പിന്നീട് മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ എത്തിയിട്ടുള്ളത്. അവരാണ് വാസ്തവത്തിൽ യൂറോപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നതെന്നാണ് വായനകളിൽ നിന്നും അനാലിസിസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു സംഗതിയെ തിരിച്ചറിയാൻ എന്തുകൊണ്ട് സാഹിബിന് സാധിക്കാതെ പോയി? നമുക്ക് പറ്റിയത് എന്താണ്? ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നുള്ളത് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്, എന്റെയും വിശ്വാസമാണ്. പക്ഷെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ചിന്ത നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് നമുക്ക് പറ്റിയ വീഴ്ച. ഈ ചാർലി കീക്കിന്റെ ഒക്കെ പഠനങ്ങളിൽ അയാൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കാരുണ്യമാണ്. പക്ഷെ കാരുണ്യം എന്നതിനൊപ്പം തന്നെ അത് ട്രൂത്തും കൂടിയാണ്, സത്യവും കൂടിയാണ്. നമ്മൾ വേറെ ഡിസ്കഷനിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ സംഗതി പറഞ്ഞിരുന്നു. അതായത് മഗ്ദല മറിയത്തിന്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് അയാൾ അത് പറയുന്നത്. മഗ്ദല മറിയത്തെ
യഹൂദരെ കല്ലെറിയുവാനായി യേശുവിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇവനെ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോയോട് പറയും, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. ആ ഒരു ദൈവത്തിന്റെ ആജ്ഞയാണത്. നിശ്ചയമായും ദൈവത്തിന് മുൻപിൽ മനസ്സ് മറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കുമ്പസാരോട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഓരോരുത്തരെയും യേശുവിനെ മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞ് അവരോരോരുത്തരെയും തല കുനിച്ച് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവര് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് അത് കാരുണ്യമാണ്, യേശുവിന്റെ കാരുണ്യമാണ്. ഈ സ്ത്രീയെ കൊലപാതകത്തിൽ നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഡെഫിനറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഈശോളെ രക്ഷിച്ചു എന്നുള്ളത് അത് കമ്പാഷനാണ്, അത് കാരുണ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈശോളെ സമീപിക്കുന്നുണ്ട്. ഈശോയോട് പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത് എന്നുള്ളതാണ് ട്രൂത്ത്. അത് അവളെ സംബന്ധിച്ച് അവളുടെ അതുവരെ തുടർന്നു വന്ന ജീവിതത്തിലെ സർവ്വ സാഹചര്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു സംഗതിയാണ്. അവൾക്ക് ജീവിതത്തിൽ വരുമാനം കിട്ടിയിരുന്നത്, ഒരുപക്ഷെ സുഖമുണ്ടെങ്കിൽ അത് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ സമ്പത്ത്, മറ്റ് സോഷ്യൽ ലിങ്കുകൾ, ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, അവളുടെ പ്രൗഢി, സർവ്വ സാധനവും ഒരു മിനിറ്റ് കൊണ്ട് അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രൊട്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ചെയ്യാതിരിക്കുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യപ്പെടുക. ഇപ്പൊ നമ്മളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചത്, നമ്മള് പിന്നെ ഒരു കുടുംബമായി ജീവിക്കുന്ന സമയത്ത് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. ഒരു രാജ്യം എന്ന് പറയുന്നത് മണ്ണല്ല. ഒരു രാജ്യം എന്ന് പറയുന്നത് കുറെ അതിർത്തികൾ കൊണ്ട് ചേർത്ത് വരച്ചു വെക്കുന്ന മണ്ണല്ല. അതിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു രാജ്യം. ആ രാജ്യത്ത് നമ്മളുടെ മനുഷ്യരില്ലാതായി പോയി, നമ്മളില്ലാതായി പോകുന്നു എന്നാണ് അർത്ഥം. നമ്മളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാതായി പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം എന്നുള്ള പ്രാഥമികമായ ദൈവിക നിർദ്ദേശത്തെ നമ്മൾ എന്ന് ഉപേക്ഷിച്ചോ അന്ന് മുതലാണ് നമുക്ക് എവിടെയാണെങ്കിലും, യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമുക്ക് അപജയം സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ കുടുംബങ്ങളിൽ എന്ന് കുഞ്ഞുങ്ങൾ ജനിക്കാതെ പോയോ അന്ന് മുതലാണ് നമ്മളുടെ സമൂഹം വീണുപോയത്. നേരെ മറിച്ച് ആ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുള്ള ആ പാറ്റേണുകൾ നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നിരുന്നെങ്കിൽ മറ്റൊരു സമൂഹം നമ്മുടെ തലമുറ കയറുന്നില്ലായിരുന്നു. നമ്മുടെ രണ്ടും കൊണ്ട് കയറി വന്നേനെ. ഇവിടെ ഇന്ദിരാഗാന്ധി കുടുംബാസൂത്രം കൊണ്ടുവന്നപ്പം നമ്മള് സഭയടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് നമ്മൾ അതിന്റെ തിന്മയെ തിരിച്ചറിയാതെ പ്രോത്സാഹിപ്പിച്ച് അവസാനം വന്നപ്പോൾ പ്രസവിക്കുന്നത് അസൗകര്യമാണ് എന്ന ആളുകൾ തിരിച്ചറിയുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിപ്പോയി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതിനൊറ്റ മാർഗമുള്ളൂ, റോഡുകളിലേക്ക് തിരിച്ചു പോവുക. ഇപ്പൊ ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നടന്ന പ്രകടനങ്ങളിലൊക്കെ വിളിച്ച് പറയപ്പെട്ടത് ക്രിസ്ത്യൻ പ്രാർത്ഥനകളാണ്. അപ്പൊ അത് ആ പഴയ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക, ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു പോവുക, യേശുവിന്റെ പഠനങ്ങളിലേക്ക് തിരിച്ചു പോവുക. യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുമ്പോൾ ഒരുത്തരം നിവർന്നു നിൽക്കാൻ കഴിയാത്തത്. യേശു ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ അഭിമാനത്തോടെ അവനത് പ്രഖ്യാപിക്കുമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് യേശുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അതിനു മുമ്പുള്ള തലമുറ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. യേശുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ, യേശു ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടരുത് എന്നുള്ളതാണ് ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടത്, സഭയിലും സംഭവിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ചെയ്തതുപോലെ യൂറോപ്പിന് ചെയ്യാനാവില്ല. കാരണം അവർ ജ്യൂസാണ്. ജ്യൂസിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറെ റൈസ് ഇല്ല. അവരെ സംബന്ധിച്ച് അവർ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന ആളുകളാണ്. അവർ തല അർത്ഥമായിട്ട് കളയും. അത് യൂറോപ്പിനും ചെയ്യാനാവില്ല, അമേരിക്കയും ചെയ്യാനാവില്ല. അമേരിക്ക ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം കാലം ചങ്ങലയിട്ടായി തിരിച്ചയക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കുന്നു, ഇതിനൊന്നും ഈ ടെർമിനോളജിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവര് സ്വാഭാവികമായിട്ട് അവരുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ, അതിനെ ഈ മനോരമ പോലത്തെ പത്രങ്ങള് തീവ്ര വലതുപക്ഷം എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയാണ്. എന്താണ് ഈ വലതുപക്ഷം, എന്താണ് ഇടതുപക്ഷം? വാസ്തവത്തിൽ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയുള്ള സൊസൈറ്റി എന്നും ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി ഇല്ലാത്ത സൊസൈറ്റി എന്നുമാണ് അർത്ഥം. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം ഇല്ലേ? ഇവിടുത്തെ മേലെ ഇരിക്കുന്ന നേതാവിന് നേരെ നോക്കാൻ താഴെ നിൽക്കുന്ന ധൈര്യമുണ്ടോ? നോക്കി അപ്പൊ കടക്ക് തുറന്നെന്ന് പറയും ഇല്ലേ? ഇല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവരെല്ലാം ഈക്വൽ അത്രേ, അമ്മക്കൊന്ന് വെട്ടി വഴിയിലിടും. ഇതാണ് മറ്റേ പക്ഷത്തുള്ളത്. അപ്പൊ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷം അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇടതൊന്നും അല്ലത്. അതാണ് ശരിക്കുള്ള നമ്മൾ വലതുപക്ഷം എന്ന് പറയുന്ന ഡെഫിനിഷൻ അവിടെയാണ്. ഇടതുപക്ഷം എന്ന് പറയുന്ന ഡെഫിനിഷൻ പിന്നെയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇടതുപക്ഷം എന്ന് ഇപ്പൊ വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകളുടെ ഇടയിലാവുന്നത്. അവർ മറ്റുള്ള റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അവരുടെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. ഞാൻ അമലിലേക്ക് വരികയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എപ്പോൾ സമുദായ ബോധം നഷ്ടപ്പെടുന്നു, എപ്പോൾ ആഴത്തിലുള്ള ഒരു ആത്മീയ വിശ്വാസം നഷ്ടപ്പെടുന്നു, അന്ന് ആ സമൂഹത്തിന്റെ ഒരു തകർച്ച ആരംഭിക്കുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ചില ചാർലി കിർക്കുമാരെ ആവശ്യമില്ല. അത് രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, സമുദായത്തിലായിക്കോട്ടെ, യുവജനങ്ങളുടെ ഇടയിലായിക്കോട്ടെ, ധീരതയോടെ വിശ്വാസം പ്രഘോഷിക്കുന്ന, ധീരതയോടെ സമുദായ ബോധത്തിന്റെ ആവശ്യകത പ്രഘോഷിക്കുന്ന, നട്ടലോടെ വിശ്വാസ സത്യങ്ങൾ ഉറക്കെ ഉദ്ഘോഷിക്കുന്ന ചില ചാർലി കിർക്കുമാരെ ഇന്ന് അടിയന്തര പ്രാധാന്യത്തോടെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് അനിവാര്യമല്ലേ അമൽ ശ്രീക്ക്?
തീർച്ചയായിട്ടും ഈ സത്യങ്ങളെ വിളിച്ചു പറയുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക, അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഏതൊരു ക്രിസ്ത്യാനിയുടെയും ബോധ്യങ്ങളിൽ വരേണ്ടതാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കേണ്ട നേതാക്കളിലും എല്ലാം തന്നെ ഉടനീളം, അത് മേൽത്തലം തൊട്ട് താഴ്ത്തലം വരെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ തീർച്ചയായിട്ടും അവൻ സത്യത്തിന് വഴികാട്ടിയാവേണ്ടവനാണ്, സത്യത്തെ നയിക്കേണ്ടവനാണ്, ബാക്കിയുള്ളവർക്ക് ഈ സത്യത്തെ അറിയിക്കേണ്ടവനാണ്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് വീഴ്ച സംഭവിക്കുക. ഇവിടെ വീഴ്ച സംഭവിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പഠനങ്ങള് ഇതുപോലെ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് പലപ്പോഴും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട, സാമൂഹ്യവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ പൊതുബോധ നിർമ്മിതിയിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു ചിന്താഗതിയിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് പലപ്പോഴും നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുക. അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഓണക്കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണാഘോഷങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ വ്യാപൃതരായി. അവിടെ ജാതി മത ഭേദമന്യേ എന്ന രീതിയിൽ നമ്മൾ കൺസെപ്റ്റില് കേരളത്തിന്റെ തനതായ രീതി എന്ന് പറയുന്ന ഓണം ആഘോഷം എത്രമാത്രം മഹത്വവൽക്കരിക്കാവോ അല്ലെങ്കിൽ ആഘോഷിക്കാവോ ആ രീതിയിലെല്ലാം തന്നെ എല്ലാവരും തന്നെ, വൈദികരാകട്ടെ, സെമിസ്തരാകട്ടെ, എല്ലാവരും തന്നെ, ക്രൈസ്തവർ ഒട്ടാകെ തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ ഓണം ആഘോഷിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം ക്രൈസ്തവരുടേതായ തനതായിട്ടുള്ള ഈ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, പാരമ്പര്യങ്ങള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം ഈ ക്രൈസ്തവ സമൂഹം കൊടുക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ ചുമ്മാ ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓണക്കാലത്ത് നമ്മൾ തിരുവാതിര കളിക്കുന്നു, അല്ലെങ്കിൽ അത്തപ്പൂക്കളം ഇടുന്നു, അതാ പാരമ്പര്യവും അല്ലെങ്കിൽ പഴമയുടെ പ്രൗഢിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെയുള്ള തനതായ നസ്രാണി സമൂഹത്തിന്റെ 2000 വർഷത്തെ പാരമ്പര്യം ഇവിടെയുള്ള എത്ര കുട്ടികൾക്കറിയാം, അല്ലെങ്കിൽ എത്ര സമൂഹത്തിന് അറിയാം? അവര് ത്യാഗം ചെയ്ത് അവരുടെ ജീവിത രീതികള്, അല്ലെങ്കിൽ ഒരു തോമാ മാർഗം എന്ന് പറയുന്ന നസ്രാണികളുടെ ആ മാർഗശൈലികള്, അവരെന്തുകൊണ്ടാണ് ധാരാളം മക്കൾക്ക് അവിടെ ജന്മം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ 10ഉം 11ഉം 12 മക്കൾക്ക് ജന്മം നൽകാൻ മാത്രമുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ശക്തി, ഒരു പ്രചോദനമൊക്കെ ആ കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ആ കുടുംബങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അവരുടെ ദാരിദ്ര്യം എന്തായിരുന്നു? സ്നേഹത്തിന്റെ ദാരിദ്ര്യമായിരുന്നോ, പണത്തിന്റെ ദാരിദ്ര്യമായിരുന്നോ? ഈ പണത്തിന്റെ ദാരിദ്ര്യം പോലും അവരെങ്ങനെയാണ് അതിനെ മാറ്റിമറിച്ചത് എന്ന രീതിയിലേക്കുള്ള ഒരു പഠനമോ, ആ ഒരു പാരമ്പര്യ, ആ ഒരു പഴയ ആളുകളുടെ ആ ഒരു ചൈതന്യം, അതൊന്നും തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് കൊടുക്കാറില്ല. പലപ്പോഴും നമ്മുടെ പഴമയും പാരമ്പര്യബോധവും ഒക്കെ ഇതുപോലെ സാമൂഹികവൽക്കരിക്കപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് നിഴലിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമുദായത്തെ തിരിച്ചറിയാനായിട്ടും, അല്ലെങ്കിൽ സഭയെ തിരിച്ചറിയാനായിട്ടും, ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ടും അല്പവും കൂടെ ശക്തിയിൽ നമ്മൾ വ്യാപരിക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു തന്നെയാണ്. അത് തീർച്ചയായിട്ടും താഴ്ത്തലം, ഞാൻ വീണ്ടും പറയുകയാണ്, താഴ്ത്തലം തൊട്ട് മേൽത്തലം വരെ, അല്ലെങ്കിൽ മേൽത്തലം തൊട്ട് താഴ്ത്തലം വരെ അത് പ്രകടമാകേണ്ടതാണ്. അവിടെ ആരെങ്കിലും മാറി നിന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അത് പ്രവർത്തനമാണ് വേണ്ടത്, അല്ലെങ്കിൽ അവരാണത് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് ഒരു കാര്യമല്ല ഇത്. അങ്ങനെ ഒരു കാര്യം വരുന്നതാണ് പലപ്പോഴും നമ്മുടെ സഭയിൽ തന്നെ ഈ വീഴ്ചകൾ സംഭവിക്കുക. അതായത് മെത്രാൻ ചെയ്യട്ടെ, അച്ഛൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള സിസ്റ്റർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൻ ആ ഒരു ആത്മീയമായിട്ടുള്ള നേതാവാണെങ്കിൽ അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മേലാണ് പലപ്പോഴും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ പോലും നമ്മൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നേതൃത്വം നമ്മൾ തന്നെ വെച്ചിരിക്കുക. പക്ഷെ ഇതേ സമയം എന്താണ് നമ്മൾ തന്നെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ അല്പമെങ്കിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ ക്രിസ്തുവിന്റെ പഠനം നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്തു പലപ്പോഴും സ്വയം ക്രിസ്തുവിനെ പറ്റി സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ദൈവത്തെ പറ്റി മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ല ചെയ്യുന്നത്. പലപ്പോഴും അവിടെ നടക്കുന്ന സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചും മറ്റു ഉപമകളായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സാമൂഹികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് പല പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പഠന സ്വഭാവമായിരുന്നു ക്രിസ്തുവിന്റെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പറ്റി മാത്രം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി മാത്രം, അല്ലെങ്കിൽ ബൈബിളിലെ ചില ആശയങ്ങളെ പറ്റി മാത്രമാണ് പലപ്പോഴും നമ്മുടെ പഠനങ്ങൾ പോവുക. അതിനെ നമ്മൾ നമ്മുടെ സാമൂഹ്യമായ നിലയിൽ വരുന്ന മാറ്റങ്ങള് അതുമായിട്ട് ഇത് ഉപമയായിട്ട് നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ വീഴ്ച. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഈ നടക്കുന്ന ഈ എന്താ പറയുക, ഇപ്പം ട്രാൻസ്ജെൻഡർ എന്ന രീതിയിലുള്ള ചിന്താഗതികൾ വരുന്നു, അല്ലെങ്കിൽ മറ്റ് റിലേഷൻ എന്ന രീതിയിലേക്ക്, റിലേഷൻ ആകാൻ വിവാഹം വേണ്ട എന്ന രീതിയിലുള്ള ചിന്താഗതികൾ വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു അരാജക സമൂഹത്തെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള അജണ്ടകൾ ഇവിടെ സംജാതമാകുമ്പോൾ അതിനെ ഒരു ഉപമയിലൂടെ വ്യക്തമാക്കാനായിട്ടും കൃത്യമായും സമൂഹത്തെ ബോധവൽക്കരിക്കാനായിട്ടോ, അല്ലെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ടോ പലപ്പോഴും നമ്മുടെ ഇടയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്.
ആ ശ്രമങ്ങൾ നടക്കാത്തിടത്തോളം കാലം ഇതുപോലുള്ള രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രീതിയിൽ വരുന്ന ആശയങ്ങളിൽ നമ്മുടെ ജനം അവിടെ അടിമപ്പെടുക തന്നെ ചെയ്യും. കാര്യം ഈ ജനം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നികുതി കൊടുക്കുന്നവരാണ്. ആ നികുതിപ്പണം ഉപയോഗിച്ച് ജനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ഏതൊരു സർക്കാരാകട്ടെ രാഷ്ട്രീയ സംഘടനകളും മറ്റുമെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇവരെല്ലാം തന്നെ ചില അജണ്ടകളുടെ പേരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ജനത്തിന്റെ നികുതി തന്നെ സർക്കാർ ഈ ജനത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എന്താ പറഞ്ഞേ ഇത്തരത്തിലുള്ള നല്ല നല്ല ആശയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ആശയങ്ങളെ ഇവരെ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മുടെ സമൂഹം പലപ്പോഴും പോകുന്നതായിട്ട് കാണുക. അതായത് ഒരു ഉദാഹരണം സാറ് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തില് നാം രണ്ട് നമുക്ക് രണ്ട് എന്നൊരു ആശയം ഇവിടെ വന്ന സമയത്ത് അതിന് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം മൊത്തത്തില് ഒരു ക്രിസ്തുവിന്റെ ആശയമോ ബൈബിളിന്റെ ആശയമോ ഒന്നും തന്നെയല്ല. പക്ഷെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ആശയത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അതിനെ ഇവിടെ നടപ്പിലാക്കാൻ തക്ക വിധത്തിലേക്ക് ഒരു ശ്രമം സഭയുടെ ഭാഗത്തുനിന്ന് പോലും വരികയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടെന്നുള്ളത്. ഈവൻ ഇന്ന് പോലും നമ്മുടെ സമുദായ വിഷയങ്ങളിൽ പോലും സംസാരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്താനായിട്ടോ ചോദ്യം ചെയ്യാനോ പോലോ ഈ സമൂഹത്തിലെ സമുദായ സഭാ സ്നേഹികൾക്കോ നേതാക്കൾക്കോ സാധിക്കാതെ ആ സമുദായത്തിനും സഭയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന നേതാക്കളെ പോലും വിളിച്ചു കൂട്ടി അവർക്ക് വേദികൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലൂടെ തന്നെയാണ് ഇന്നും ഈ സഭയും സമുദായവും കടന്നു പോയിക്കൊണ്ടിരിക്കുക. മാത്രവുമല്ല നമ്മുടെ സമുദായത്തെ സഭയോ ബാധിക്കുന്ന വിഷയങ്ങളില് ഈ സംവരണം പോലെയുള്ള വിഷയങ്ങളില് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് അർഹമായ സംവരണം നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർക്കൊട്ടാകെ നേടിയെടുക്കുന്നതിന് ഈ സമുദായ സ്നേഹികൾ അല്ലെങ്കിൽ സഭാ സ്നേഹികൾ എന്ന് പറയുന്ന ആളുകളിൽ എത്ര പേർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് നമ്മുടെ സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സമുദായത്തിന്റെ ഒരു ജീർണാവസ്ഥയ്ക്ക് കാരണമാകുമെന്ന മിനിമം ബോധം പോലും ഇല്ലാതെ അതിനുവേണ്ടി ശബ്ദമാകാതെ മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ശബ്ദിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു ക്രൈസ്തവ സമൂഹവും അല്ലെങ്കിൽ ഇവിടെയുള്ള നേതൃത്വം പലപ്പോഴും കടന്നു പോവുക. അത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും നമ്മൾ വിളിച്ചു പറയാതെ അതിനെ ചൂണ്ടിക്കാണിക്കാതെ ഇതിനൊരു മാറ്റം വരികയില്ല. ഞാൻ പോലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചൊരു കാര്യമാണ് ഈ ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയിൽ ഒരു സർക്കാർ കമ്മീഷൻ കൊണ്ട് ഒരു പഠനം നടത്തിക്കുക എന്നുള്ളത്. അങ്ങനെ നടത്തിച്ച കമ്മീഷൻ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ജെ.ബി. കോശി കമ്മീഷൻ തന്നെ പ്രത്യേകമായിട്ട് സർക്കാർ നിയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നു. ആ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് പോലും ഈ ചില്ലുകൂട്ടി ഇരുന്നിട്ട് പോലും അതിനെ ഒന്നും പുറത്തിറക്കിക്കൊണ്ട് വരാൻ പോലുള്ള എത്ര ആത്മാർത്ഥമായ ശ്രമം ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ചോദ്യം ചെയ്യാനോ അഡ്രസ് ചെയ്യാനോ പലപ്പോഴും നമ്മുടെ വേദികൾക്ക് പോലും കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഇവിടെ മറ്റു കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയുന്ന നമ്മുടെ ആളുകൾ പോലും ഇത്തരത്തില് സമുദായത്തിനോ സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവർക്കോ ഒട്ടാകെ ആ നീതി കിട്ടേണ്ട വിഷയങ്ങളിൽ പോലും മിണ്ടാതിരിക്കുന്ന ഒരു പ്രകൃതി എടുക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പരമാവധി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി. അതിൽ നിന്നൊരു വീണ്ടെടുപ്പ് ഉടനടി നടന്നില്ലെങ്കിൽ, അതിനെപ്പറ്റി ഒരു ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടായില്ലെങ്കിൽ, ഇതുപോലെ ചാളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യൂറോപ്പിന്റെ ഈ അവസ്ഥയിലൂടെ തന്നെ നമ്മൾ കടന്നു പോവുകയും ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ വരികയുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ജാഗ്രത നിർദ്ദേശം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും ചെവി കൊടുക്കേണ്ടത് ഓരോ ക്രൈസ്തവനും തന്നെയാണ്. ഓരോ ചാർലിമാരാകേണ്ടതും ഓരോ ക്രൈസ്തവർ തന്നെയാണ്. യെസ്, വളരെ കറക്റ്റാണ്. നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പലപ്പോഴും ഈ പൊതുസമൂഹം പോലും കാണിക്കാത്ത ശുഷ്കാന്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി ശുഷ്കാന്തിയോടെയാണ് പലപ്പോഴും കേരളത്തിൽ ക്രൈസ്തവർ പല കാര്യങ്ങളിലും ഇടപെടുന്നത്. ആഘോഷങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില അഭിപ്രായ പ്രകടനങ്ങളുടെ കാര്യങ്ങളുടെ ഒരു കാര്യത്തിലായിക്കോട്ടെ. പക്ഷേ അതിൻ്റെ 100-1 തീവ്രത പലപ്പോഴും സാമുദായിക വിഷയങ്ങളിൽ പലരും കാണിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു അപജയം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കുക. അതായത് ഒരു ചിത്രം ഒന്ന് കാണിക്കേണ്ടത് ഒരു ആവശ്യകതയാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒന്ന് ഞാൻ കാണിക്കുകയാണ്. അതായത് പണ്ട് നമ്മൾ യൂറോപ്പിന്റെ അധിനിവേശ കാര്യങ്ങൾ വന്ന സമയത്ത് എങ്ങനെയാണ് യൂറോപ്പിലേക്ക് ആൾക്കാരെ കയറ്റിയത്? അവിടെ അവർ വ്യക്തമായിട്ട് തന്നെ ബാനറുകൾ പിടിച്ചെഴുതിയേക്കാണ്, ഇഫ് യു ആർ ട്രൂ ക്രിസ്ത്യൻസ് ഓപ്പൺ യുവർ ബോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അതിർത്തികൾ തുറന്നിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു വരവ് അവിടെ ഉണ്ടായി. ഇന്ന് അതേസമയം വീണ്ടും ബാനറുകൾ വെക്കുന്നു, യൂറോപ്പ് വിൽ ബി സൂൺ ബി ഇസ്ലാമിക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്കുള്ള ഈ അജണ്ടകൾ അവിടെ വരുന്നു. അപ്പം എത്രമാത്രമാണ് നമ്മുടെ പ്രാവനെ പോലെയുള്ള നിഷ്കളങ്കതയും സർപ്പത്തെ പോലെ വിവേകികളും എന്ന് പറയുന്ന ആ ഒരു വചനത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇവിടെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്.
അത് കറക്റ്റാണ്. അതിർത്തികൾ തുറന്നു കൊടുത്തവർ, വീടുകൾ തുറന്നു കൊടുത്തവർ വിരുന്നുകാരെ പേടിച്ച് ഇന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. ഞാൻ അവസാനമായി ശ്രീ ജോസ് ജേക്കബിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മലയാളികളുടെ ഒരു സ്വപ്ന ഭൂമിയാണ്, വിദേശ ജോലി ആഗ്രഹിക്കുന്നവരുടെ ഒരു സ്വപ്ന ഭൂമിയാണ് യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. ഈ യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമോ? ഒരുപക്ഷെ സാമ്പത്തികമായി ശരിയാകും, ഈ എല്ലാം ശരിയാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അങ്ങയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങേക്ക് പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും ഈ യൂറോപ്പില് മലയാളികൾ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്ര ആൾക്കാരെ ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു തൊഴിൽ മേഖല നമുക്ക് ഒരിക്കലും ഇല്ല, കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല. പക്ഷേ നമ്മള് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്സും നമ്മുടെ സമൂഹത്തിന്റെ ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ ഇവിടെ എത്തി. നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെയാണ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. മലയാളികൾ ഒരു കാര്യം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു 19 വർഷം മുമ്പ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങൾ അവർ മലബാറിലേക്കും മറ്റ് ആ വടക്കുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി കുടിയേറി താമസിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഉണ്ടായ കാലത്താണ്. അപ്പം അവർ ഈ മലകളൊക്കെ വെട്ടിപ്പിടിച്ചും മരങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി, എല്ലാം മൃഗങ്ങളൊക്കെ എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്ത്, പാമ്പിനോടും ആനയോടും കടുവയോടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് അവിടെ ഒരു ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സിറ്റിയും ഒരു ഡെവലപ്മെന്റ്സും ഒക്കെ അവിടെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ കേട്ടിരിക്കുന്നു, ആ പോയ ആൾക്കാര് അവിടെ സ്ത്രീകള് ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഇങ്ങനെ ഭാഗത്തു നിന്നൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ അച്ചായന്മാരെന്നൊക്കെയുള്ള പേരൊക്കെ വന്നത് അത് പിന്നെ പിൽക്കാലത്ത് മനുഷ്യനെ മണ്ടനാക്കുന്ന രീതിയിലേക്ക് അത് മാറ്റി എന്നുള്ളത് വേറെ സത്യം. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പുരുഷ ഗൈഡൻസ്, മുൻപിൽ പുരുഷൻ നടക്കുകയും സ്ത്രീകൾ അവരെ അനുഗമിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ധൈര്യം ക്രൈസ്തവ കുടുംബനാഥന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു കുടുംബവും തകർന്നു പോയിരുന്നില്ല. അവരുടെ ബേസ് എന്ന് പറയുന്നത് വിശ്വാസം തന്നെയായിരുന്നു, ക്രൈസ്തവ വിശ്വാസമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ അച്ചായന്മാര് അല്ല ക്രിസ്ത്യാനികൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആദ്യം റോഡ്, വൈദ്യുതി, സ്കൂള് ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇതിനൊക്കെ മുൻപിൽ നിൽക്കാനും നല്ലൊരു ആർജവവും ഉള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു നമ്മുടെ വല്യപ്പന്മാരുടെ കാലത്തെ കാര്യം. എന്നാൽ ആ ഒരു ആർജവവും ആ ഒരു ധൈര്യവും ഇന്ന് നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. കാരണം ഇപ്പം നമ്മളിവിടെ എത്തി, ഇവിടെ ഞാൻ എല്ലാ കുടുംബങ്ങളിലും ഇല്ല, ഒരു വലിയ പെർസെൻറ്റേജ് കുടുംബങ്ങളിൽ ഈ കുടുംബനാഥൻ എന്ന് പറയുന്നത് കുടുംബനാഥകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റില് ഇൻകം സോഴ്സ് ഈ ഭാര്യമാരാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻകം ഈ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞു, അമൽ ബ്രദർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഈ കുട്ടികൾ കൂടുന്നില്ല എന്നുള്ളത്. പക്ഷെ കുട്ടികൾ കൂടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രസവിക്കാൻ സമയം വേണം. അതില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഏറ്റവും വലിയ സത്യം. ഡ്യൂട്ടി ഇങ്ങനെ ഒരു സർക്കിളിലേക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് നേരമില്ല, അവർക്ക് അതിന് നേരമില്ല. അതിനെ കുറിച്ച് പറയാനുള്ള ഒരു ബോധ്യം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ തലമുറയ്ക്ക് ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മള് അത് ഇങ്ങനെ പറയും, നല്ല ഉറപ്പുള്ള ആൾക്കാര്, അച്ചായന്മാർ, ക്രിസ്ത്യാനികള്, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാം വെട്ടിപ്പിടിക്കാനും ഇതൊക്കെ നടത്താനും. അതുകൊണ്ട് തന്നെ സമൂഹവും രക്ഷപ്പെട്ടു. മറ്റു പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനെ ചാരി നിന്നിട്ടാണ് ഈ കേരളത്തിൽ ഇതുപോലെ ഇത്രയും വളർന്നു വന്നത്. പക്ഷെ ആ ഒരു അവസ്ഥ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്, ഞാനടങ്ങുന്ന നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സഭയും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ കുടുംബത്തിൽ നിന്നും പോകുന്ന ആൾക്കാർ ഇനിയിപ്പം നമ്മൾ അടുത്ത തലമുറയെ നമ്മളിവിടെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് വീട് മേടിച്ച്, ഗൾഫിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ നാട്ടിലേക്കായിരുന്നു പൈസ അയച്ചു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ നാട്ടിലേക്കല്ല പൈസ അയക്കുന്നത് നമ്മൾ, കാരണം ഇവിടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. വീട് മേടിക്കുന്നു, അല്ലെങ്കിൽ ലോങ് ടൈമിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുന്നു.
ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവും നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കുട്ടികൾ തനിയാകുന്നൊരു കാലം ഇവിടെ വരാൻ പോവുകയാണ്. എല്ലാ കാലത്തും ഇവിടെയുള്ള നമ്മുടെ ആൾക്കാര് ഇതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കില്ല. കുറെ കഴിയുമ്പോഴത്തേനും ഇനി ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാവുമോ എന്ന് പോലും അറിയത്തില്ല. ഒരു 90% ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോകില്ല, തിരിച്ചു പോകണ്ട എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ ക്രൈസ്തവ ഇവിടെയുള്ള ആൾക്കാർ. അപ്പം ഈ കുട്ടികളെ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ ഫിനാൻഷ്യലി സെക്യൂർ ആക്കി നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ അവരെ റെഡിയാക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഇപ്പോൾ വളർന്നു വരികയും അവർ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ തീർത്തും ദുർബലമായ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ വർഷങ്ങൾക്ക് ശേഷം ഒരു യുവത്വത്തിലെത്തിയ ഇപ്പോഴുള്ള ഒരു കുട്ടി അവന് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നത് തീവ്രമായ ആശയങ്ങളുള്ള പല മറ്റു മത ആൾക്കാരുടെ ഒപ്പമായിരിക്കും. ഒരിക്കലും അവൻ പിടിച്ചു നിൽക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ബേസ് ഇല്ല, അവന് ബേസ് കിട്ടുന്നില്ല. അവൻ ഈ കണ്ടിരിക്കുന്നത് മുഴുവൻ വീട്ടിൽ കണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റി, നമ്മുടെ വിശ്വാസം എല്ലാം കണ്ടിരിക്കുന്നത് ഒരു പരിധി വരെ ഒരു ലീഗലിസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മൾ ആക്ട് ചെയ്യുന്നു. നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മണിയാണ്, പണമാണ്. ഒരു പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രം ഓടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ കുട്ടികളെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു വിശ്വാസത്തിന്റെ രീതിയിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് വളരെ മോശമായിരിക്കും. നമ്മുടെ ഈ അധ്വാനവും ഹാർഡ് വർക്കും സൺഡേയിലുള്ള ഓവർ ടൈമും രാത്രിയും പകലും കണ്ടിന്യൂസ് ഓടുന്നതും ഇതൊക്കെ വെറും വേസ്റ്റ് ആയി പോകാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് ബാലൻസും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗം ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പരിധിവരെ മലയാളികൾ, നമ്മുടെ ആൾക്കാർ അത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ. അതായത് ഈ കുടുംബങ്ങളിലൊക്കെ പല കുടുംബങ്ങളിലും ഇപ്പൊ പഴയ പോലല്ല. ഇവിടെ ഇപ്പം നമ്മുടെ മലയാളികളുടെ എണ്ണം വളരെ പെരുകി, വളരെയേറെ മലയാളികളുണ്ട്. അതുപോലെ തന്നെ വളരെ വളരെ വിഷമം തോന്നിയ കാര്യങ്ങൾ പല കുടുംബങ്ങളിലും ഈ അയർലൻഡിലൊക്കെ ആത്മഹത്യയുടെ നിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് കൂടുതലും സ്ത്രീകളല്ല, പുരുഷന്മാർ തന്നെയാണ്. ഈ പുരുഷന്മാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്നുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിരിയില്ല. സത്യം പറയണം, നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ചിരിയില്ല. അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയായിരുന്നു, നമ്മുടെ ഒരു സാധാരണ നാട്ടിൻ പുറത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതൊന്നും കാണാനില്ല എന്നുള്ള, അതൊക്കെ പോയി കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നിന്ന് ചിരിയൊക്കെ പോയി. കാരണം ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് ഈ വീട്ടിൽ നിന്നാണ്. ഈ വീട്ടിൽ അവൻ കാണുന്നത് പല കുടുംബങ്ങളിലും, എല്ലാം ഒന്നും അടച്ചെന്ന് ഞാൻ പറയില്ല, എനിക്ക് വളരെ എന്നോട് പേഴ്സണലായിട്ട് തുറന്നു പറഞ്ഞ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാൻ പറ്റിയ പല കുടുംബങ്ങളിലും, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലും പുരുഷന്മാരെ ഒരു സെക്കൻഡറി സിറ്റിസൺ ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ എഫക്റ്റ് അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യയൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. പുരുഷന്മാരുടെ എണ്ണത്തിൽ, സ്ത്രീകളുടെ എണ്ണത്തിൽ ഞാൻ ഇതുവരെ കേട്ടില്ല ഇവിടെ ഒരു ആത്മഹത്യ സംഭവിച്ചായിട്ട്. പല പുരുഷന്മാരും ഇവിടെ ആത്മഹത്യ ചെയ്തു. ഇതിനകത്തൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെതായ വലിയൊരു ശോഷണം സംഭവിച്ചു. പരസ്പരമുള്ള ഒരു വിധേയത്വം എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. പ്ലസ് ഇവരെ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത ഒരു സമൂഹത്തിൽ നിന്നും പുറത്തു വരുന്ന ആൾക്കാരാണ് ഇനി ഫ്യൂച്ചറിൽ ഇവരെ കാത്തിരിക്കുന്നത്. അവരോട് ഈ കുഞ്ഞുങ്ങൾ എത്രമാത്രം കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ട്, നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ ഈ അടുത്ത തലമുറ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതൊരു കൺസേൺ ചെയ്യേണ്ട കാര്യമാണ്. യെസ്, ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട, ഇടപെടേണ്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം ചിന്തിക്കേണ്ട, ഇടപെടേണ്ട വിഷയങ്ങളാണെന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് പങ്കുവച്ചിരുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അയർലൻഡിൽ നിന്നും ശ്രീ ജോസ് ജേക്കബ്, ഒപ്പം തന്നെ സാമൂഹിക നിരീക്ഷകൻ ശ്രീ അമൽ ശ്രീയക്, ഒപ്പം അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, 3 പേർക്കും നന്ദി. താങ്ക് യു.